ഹലോ എവ്രി വൺ, വെൽക്കം ടു ലേണിനോ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ടൈം ആൻഡ് വർക്ക് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പൊ ഇത് നമുക്ക് കുറച്ച് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കാം, പക്ഷെ ഞാൻ ജസ്റ്റ് അതിന്റെ ബേസിക് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ ഇത്ര ആൾക്ക് ഒരു ജോലി ചെയ്യാനുണ്ട് എന്ന് വിചാരിക്കാം. ഒരു ജോലി 10 ആൾക്ക് 5 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാനുണ്ടെങ്കിൽ മൊത്തം അവിടെ 50 ജോലി ഉണ്ട് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് വരിക. അങ്ങനെയാണെങ്കിൽ 25 ആൾക്ക് 2 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാനുള്ള ജോലിയുണ്ട്. ഇനി ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ഇനി അതേപോലെ ഇതേ സംഭവത്തിൽ തന്നെ ഇപ്പൊ 10 ദിവസം ഒരു ദിവസം 4 മണിക്കൂർ വെച്ച് 5 ആൾക്ക് ചെയ്ത് തീർക്കാനുള്ള ജോലി ഉണ്ടെങ്കിൽ മൊത്തം വരിക 5 × 4 20 × 10 200 ആണ്. അപ്പോ 20 ആൾക്ക് 2 മണിക്കൂർ വെച്ചിട്ടാണെങ്കിൽ എത്ര 5 ദിവസം കൊണ്ട് അത് ചെയ്തു തീർക്കാൻ പറ്റും. കാരണം അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് സെയിം ആവുക. ഈ കോൺസെപ്റ്റിലാണ് ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ ഒരാൾക്ക് ഒരു ജോലി 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും, വേറൊരാൾക്ക് 20 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും, വേറൊരാൾക്ക് 30 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുമെങ്കിൽ മൊത്തം ഇവര് മൂന്നുപേരും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റും. അത് നമ്മൾ LCM ഉപയോഗിച്ചിട്ട് ഇപ്പൊ ഒരാൾക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത്, ഒരാൾക്ക് 10 ദിവസം കൊണ്ട് ഒരാൾക്ക് 20 ദിവസം കൊണ്ടാണെങ്കിൽ 1/, ടോട്ടൽ ടൈം T ആണെങ്കിൽ 1/T = 1/10 + 1/20 എന്ന് എടുക്കും. ടോട്ടൽ മാർക്ക് നമ്മൾ 1 ആയിട്ടാണ് ഇവിടെ കൺസിഡർ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 3/20 എന്ന് കിട്ടും. LCM എടുക്കുമ്പോൾ 1/T = 3/20 എന്ന് കിട്ടും. T = 20/3. 6 days 6 2/3 days കിട്ടും. അങ്ങനെയാണ് നമ്മളത് ചെയ്യുക. It is accepted that every man's capacity is different. If A works in 4 days, B may work in 6 days to do the same work. We also assume that a man has same speed of working every day. That is every day same amount of work. അപ്പൊ നമ്മൾ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡിഫറെന്റ് ടൈം ആണ് വർക്ക് ചെയ്ത് തീർക്കാൻ വേണ്ടത് എന്നും, ഒരാൾക്ക് എല്ലാ ദിവസവും ഒരേ കപ്പാസിറ്റി നമ്മൾ ഈ വർക്ക് ടൈമില് എഫിഷ്യൻസി എന്നാണ് പറയുക, സെയിം എഫിഷ്യൻസി ആണെന്നും ആൾക്കാരുടെ എഫിഷ്യൻസി മാറും, പക്ഷെ ഒരാൾക്ക് എല്ലാ ദിവസവും സെയിം എഫിഷ്യൻസി ആണെന്നുള്ള അസംഷനിലാണ് ഇവിടെ പ്രോബ്ലംസ് ചെയ്യുക. ഇനി MDW formula. If M1 persons can do W1 works in D1 days and M2 persons can do W2 works in D2 days, then we have M1 D1 W1 = M2 D2 W2. അത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, അതായത് 10 ആള് 4 മണിക്കൂറിൽ 5 ദിവസം കൊണ്ട് ജോലി ചെയ്യണു, 20 ആള് 2 മണിക്കൂറിൽ. എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ വരുന്ന എക്സാമ്പിൾ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ ഫോർമുല ആയിട്ട് കാണിച്ചിരിക്കുക. നിങ്ങൾ ജസ്റ്റ് ഈ ഫോർമുല പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ കോൺസെപ്റ്റ് പഠിച്ചു വെക്കുക. ഇനി MDTW എന്ന് പറയുമ്പോൾ അവിടെ ടൈം ഉള്ള കാര്യം കൂടെ വരും. അവിടെ വർക്കിംഗ് അവേഴ്സ് വർക്ക് മാത്രമായിരുന്നെങ്കിൽ ഇവിടെ അതിന്റെ കൂടെ ടൈമും കൂടെ വരും. ഇനി ഇവിടെ ഒരു എഫിഷ്യൻസി എന്നുള്ള ഫാക്ടറും കൂടെ വരികയാണെങ്കിൽ, ഇപ്പൊ ഒരാളുടെ എഫിഷ്യൻസി ഇപ്പൊ 3 യൂണിറ്റ്സ് ആണ്, വേറൊരാളുടെ എഫിഷ്യൻസി 3 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് 3 ടൈമിന്റെ ഇൻവേഴ്സ് ആയിട്ടാണ് എഫിഷ്യൻസി വരിക. അല്ല, കപ്പാസിറ്റി ടു ഡു വർക്കിനെയാണ് എഫിഷ്യൻസി എന്ന് പറയാം. അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫോർമുലയാണ് ഇത്. ഇനി ടൈം ആൻഡ് വർക്കിലെ തിയറംസ്. A can do a piece of work in X days, B can do it in Y days, then A and B working together can do it in XY/X + Y days. അത് ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ലേ, 10 20 വെച്ചിട്ട് സെയിം സംഭവം തന്നെയാണ്. എയുടെ ഒരു ദിവസത്തെ വർക്കാണ് 1/X. അപ്പൊ നമ്മളിവിടെ ടോട്ടൽ വർക്ക് എന്ന് പറഞ്ഞാൽ 1 ആണെന്നും, അപ്പൊ എക്സിന് മൊത്തം വർക്ക് ചെയ്യാൻ എക്ക് മൊത്തം വർക്ക് ചെയ്യാൻ X ഡേയ്സ് വേണമെന്നും, അപ്പൊ എയുടെ ഒരു ദിവസത്തെ വർക്ക് 1/X ആണെന്നും എടുത്തിട്ടാണ് ചെയ്യുന്നത്. 1/X + 1/Y that is equal to X + Y/XY എന്നുള്ളതാണ് A + Bയുടെ 1 days വർക്ക്. ഇതല്ല ടൈം, ഇതിന്റെ ഇൻവേഴ്സ് ആണ് ടൈം അല്ലെങ്കിൽ ഡേയ്സ്. ഇനി ഇതേപോലെ 3 ആൾക്കാരുടെ വരുമ്പോ നമ്മൾ ജസ്റ്റ് ആവറേജ് സ്പീഡ് ചെയ്യുമ്പോൾ ചെയ്യുന്ന അതേ ഫോർമുലയാണ് ഇവിടെ. ഇനി A and B can together do a piece of work in X days and A alone can do in Y days, then B alone can do in XY/Y - X days. ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുത്താലും മതി. ഇപ്പൊ 1/A
plus 1 by b is equal to 1 by x. 1 by a is equal to 1 by y. അപ്പോൾ 1 by b is equal to 1 by a plus 1 by b minus 1 by a എന്നല്ലേ വരിക. അപ്പൊ എന്താ വരിക? 1 by x minus 1 by y, that is equal to y minus x by xy. അതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ xy by y minus x. അത്രയും ഡേയ്സിന് വരും. ഓക്കെ. ഇനി if a can do a piece of work in n days, then a's 1 day's work is 1 by n. എക്ക് ഒരു പീസ് ഓഫ് വർക്ക് n ഡേയ്സ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുമെങ്കിൽ എയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ 1 by n ആയിരിക്കും. ഇനി എയുടെ ഒരു ദിവസത്തെ വർക്ക് 1 by n ആണെങ്കിൽ നേരെ തിരിച്ചും പറയാം. എക്ക് മൊത്തം വർക്ക് n ഡേയ്സിൽ തീർക്കാൻ പറ്റും. അതായത് ഒരു ദിവസം അതിന് 1 by n വർക്ക് ചെയ്യുകയാണെങ്കിൽ 2 ദിവസം 2 by n വർക്ക് ചെയ്യാം, 3 ദിവസം 3 by n വർക്ക് ചെയ്യാം, മൊത്തം 1 വർക്ക് ചെയ്യാൻ n by n. അപ്പൊ n ദിവസം വേണം. മനസ്സിലായോ? Number of days required to finish the work is 1 by 1 day's work. 1 day's work by 2 or more persons is the sum of work done by each of them separately. Time നമ്മൾ ലീനിയർലി കൂട്ടാൻ പാടില്ല ഈ കേസിൽ. ഇവിടെ ഇതേപോലെ തന്നെ വർക്ക് ഈസ് ഈക്വൽ ടു ടൈം ഇൻറ്റു എഫിഷ്യൻസി ആണ്. അപ്പൊ ടൈം ഈസ് ഈക്വൽ ടു വർക്ക് ബൈ എഫിഷ്യൻസി ആണ്. നമ്മളിപ്പോ സ്പീഡിന്റെ കാര്യത്തിൽ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറഞ്ഞ പോലെ അവിടെ സ്പീഡ് നമ്മൾ ആവറേജ് റെസിപ്രോക്കൽ ആയിട്ടല്ലേ എടുത്തത്. അതേപോലെ തന്നെ ലീനിയർ ആവറേജ് അല്ലല്ലോ. അതേപോലെ തന്നെ ഇവിടെ ടൈമിന് നമ്മൾ രണ്ടുപേരെ ടൈം എന്ന് പറഞ്ഞപ്പോ എനിക്ക് 10 ദിവസം എടുക്കാൻ പറ്റും, അടുത്ത ആൾക്ക് 20 ദിവസം എടുക്കാൻ പറ്റും. ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ 30 ദിവസം എടുക്കാൻ അല്ലല്ലോ. കാരണം രണ്ടുപേരും കൂടെ എടുക്കുകയാണെങ്കിൽ സമയം കുറയല്ലേ വേണ്ടത്. എനിക്ക് 10 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും, അടുത്ത ആൾക്ക് 20 ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ സമയം രണ്ടെണ്ണത്തിനേക്കാളും കുറയല്ലേ വേണ്ടത്. അപ്പൊ ഒരുമിച്ച് 30 ദിവസം എടുക്കരുത്, ഒരിക്കലും എടുക്കരുത്. ടൈം ഫോർ ഡൂയിങ് ദ ഹോൾ വർക്ക് എന്ന് പറഞ്ഞാൽ 1 by sum of their works. ടോട്ടൽ വർക്ക്സിന്റെ സമ്മിന്റെ റെസിപ്രോക്കൽ ആണ്. അങ്ങനെ തന്നെയാണല്ലോ നമ്മൾ ഡെറിവേഷനിൽ എടുത്തത്. അതായിരിക്കും ആദ്യം വർക്കുകളുടെ സം 1 by എടുത്തിട്ട് ആ സം എടുത്തിട്ട് അതിന്റെ റെസിപ്രോക്കൽ ആണ് ടൈം ആയിട്ട് എടുക്കുന്നത്. ടൈം ആൻഡ് വർക്ക് ആർ ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ. If A does a work in 4 days, then in a given time A does 6 units of work, then B will do 4 units of work. അങ്ങനെയാണെങ്കിൽ A is to B എന്ന് പറഞ്ഞാൽ 4 is to 6 or 2 is to 3. ടൈം റേഷ്യോ എന്ന് പറയുന്നത് 2 is to 3 ആണെങ്കിൽ വർക്ക് റേഷ്യോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത് 3 is to 2 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? എവിടെയെങ്കിലും എന്തെങ്കിലും ക്ലിയർ ആവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും വീണ്ടും. Thank you.